ആഹാ, ട്രിപ്പ് തീർന്നല്ലോ. അതെ, അതിന്റെ ഉഷാറ് കാണാനുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ മാറി. താങ്ക് യു. ഇനിയിപ്പോ ഇവിടെ എന്താ പരിപാടി? ഒരു പരിപാടിയും ഇല്ല. ബില്ല് ഞാൻ സെറ്റിൽ ചെയ്തു. അയ്യോ, അത് വേണ്ടിയിരുന്നില്ല. അതെന്താ, ബില്ലടയ്ക്കാൻ തന്റെ കയ്യിൽ കാശുണ്ടായിരുന്നോ? സത്യം പറഞ്ഞ പോക്കറ്റ് കാലിയാ. പെട്ടെന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടതുകൊണ്ട് വണ്ടിക്കൂലിയെ കരുതിയുള്ളൂ. ഞാൻ പിന്നെ ഇവിടുത്തെ ബില്ല് ഒരു ഫ്രണ്ടിനെ വിളിച്ച് ജിപേ ചെയ്യിക്കാന്നാ വിചാരിച്ചേ. ബെസ്റ്റ്. എടോ, എന്നെ താൻ ഇനി ഒരു ഫ്രണ്ടായിട്ടൊന്നും കരുതിയിട്ടില്ലേ? അങ്ങനെ ഒരു കൺസിഡറേഷൻ എനിക്കില്ലെങ്കിൽ ഞാൻ അടച്ച ക്യാഷ് തന്റെ ഫ്രണ്ടിനോട് എനിക്ക് ജിപേ ചെയ്യാൻ പറ. നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഏയ്, അത് വേണ്ട. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. താങ്ക് യു ഫോർ ദ ടൈംലി ഹെൽപ്പ്. യു ആർ വെൽക്കം. എന്നാ പിന്നെ നമ്മൾ ഇറങ്ങുമല്ലേ? പതുക്കെ. എന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ വിട്ടു തന്നാ മതി കേട്ടോ. ഞാൻ തന്നെ നാട്ടിലെ തന്റെ വീട്ടിൽ കൊണ്ട് വിടാന്നാ കരുതിയത്. ഏയ്, വേണ്ട വേണ്ട. ഇനിയും ഞാൻ എന്റെ ഫ്രണ്ടിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഞാനിപ്പോ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ആനവണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാ ഇറങ്ങാം. ഷുവർ. വിസ്മയ, ഒരു 1 മിനിറ്റ്. എന്താ? ഏയ്, നത്തിങ്. പോവാം. ഒരു കാര്യമുണ്ട്. എന്താ? ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? തന്റെ പേഴ്സണൽ മാറ്ററാ. എങ്കിലും എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട്. മനസ്സിലായി. മാരീഡ് ആവാത്ത ഞാൻ പ്രഗ്നന്റ് ആയതോർത്ത് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടല്ലേ? കുറച്ചു നേരം കൊണ്ട് മുഖഭാവത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അല്ല, എന്നെ കുറിച്ച് ഓർത്ത് വേറെ എന്തൊക്കെ ക്യൂരിയോസിറ്റി മനസ്സിലുണ്ട്? ചോദിക്ക്, കേക്കട്ടെ. അല്ല, അത് പിന്നെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയണം. പേര്, സ്ഥലം, എങ്ങനെ കണ്ടുമുട്ടി, എന്ത് തരം ബന്ധം, ആളിപ്പോ എവിടെയാണ്, എന്താ കല്യാണം കഴിക്കാത്തെ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഐ എം സോറി, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിന് അജി ചോദിച്ചില്ലല്ലോ, ഞാനല്ലേ പറഞ്ഞത്. സി, അതിനുള്ള ഉത്തരം ഒരു ലോങ് സ്റ്റോറിയാണെന്നുള്ളത്. ഇപ്പോഴത്തെ തിരക്കില് അതൊന്നും പറയാനുള്ള സമയമില്ല. ബെറ്റർ സം അതർ ടൈം. ഓക്കെ, കം ഓൺ, ഇപ്പൊ പോവാം നമുക്ക്. ശരി. ഏതാ പെണ്ണ്? ഏത് പെണ്ണ്? നിങ്ങൾ ഇവിടെ കാഷ്വാലിറ്റിയിൽ ചികിത്സിക്കാൻ കൊണ്ടുവന്ന പെണ്ണിനെ കുറിച്ചാ ചോദിച്ചത്. എവിടെ അവള്? ഞാനൊന്ന് കാണട്ടെ. ഇന്ദീവരത്തിലെ അമ്മമാരുടെ മുന്നിൽ മകന്റെ മാന്യതയുടെ മുഖം മൂടി വലിച്ചു കീറാൻ ദൈവമായിട്ട് എനിക്ക് കൊണ്ടുവന്ന അവസരം ഇത്. കമോൺ ടെൽ മീ, എവിടെയാ പെണ്ണ്? എനിക്ക് കണ്ടേ പറ്റൂ. നീ അങ്ങനെ കാണണ്ടെങ്കിലോ? ഞാനൊരു പെണ്ണിനെ ഗർഭിണിയാക്കി ഡെലിവറിക്ക് കൊണ്ടുവന്നതാ ഇവിടെ. തൽക്കാലം അവൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ മനസ്സില്ല. നീ പറ്റുമെങ്കിൽ ലേബർ റൂമിൽ പോയി ആളെ കണ്ടുപിടിക്കാൻ നോക്ക്. ചെല്ല്.